എളുപ്പത്തിൽ വണ്ടി കയറ്റാനും ഇറക്കാനും ഒക്കെ പറ്റുന്ന കുറഞ്ഞ സ്പേസിൽ ഏറ്റവും ഭംഗിയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു പോർച്ചിൻ്റെ രീതിയാണ് ഈ ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ള പോർച്ച്. ഇത് പാലായിലെ ഡോക്ടർ ജിക്പാലിൻ്റെ വീടാണ്. നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ വീടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലരെങ്കിലും ഈ ഒരു പോർച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഏറ്റവും ഭംഗിയോടെ ചെയ്യാൻ പറ്റുന്ന ഈ പോർച്ചിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീടിനോട് ചേർന്നും വീടിൽ നിന്ന് വിട്ട് മാറിയുമൊക്കെ പല രീതിയിലും പോർച്ച് നിർമ്മിക്കാറുണ്ട്. അതിൽ വീടിൽ നിന്ന് വിട്ട് മാറി നമ്മൾ പോർച്ച് നിർമ്മിക്കുമ്പോൾ കൂടുതൽ വണ്ടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചെറിയ സ്പേസിൽ ഏറ്റവും ഭംഗിയോടെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പോർച്ചാണ് ഈ ടെൻസൈൽ ഫാബ്രിക് കൊണ്ടുള്ള പോർച്ച്. അപ്പോൾ ഈ പോർച്ചിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ കോസ്റ്റും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീനാഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ചിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഇതിൻ്റെ അടിയിൽ ഒരു കോൺക്രീറ്റിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെ മെറ്റലിൻ്റെ ഫ്രെയിംസ് ഉണ്ടാവും, പിന്നെ ഈ ടെൻസൈൽ ഫാബ്രിക് ഉണ്ടാവും. അപ്പം ഈ പില്ലർ നമുക്ക് നോക്കി അറിയാം. ഇതിൽ 2 പില്ലറാണുള്ളത്, 2 ഇരുമ്പിൻ്റെ പില്ലറാണുള്ളത്. ആ പില്ലറിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീടിന് സാധാരണ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അടിയിലൊരു PCC ചെയ്യും, അതിന് മുകളിലേക്ക് ഫുട്ടിംഗ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ പെഡസ്റ്റൽ ഉണ്ടാവും. അപ്പോൾ ആ പെഡസ്റ്റലിൻ്റെ മുകളിലേക്ക് ഒരു ബേസ് പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ആ ബേസ് പ്ലേറ്റിലേക്കാണ് ഈ ഇരുമ്പിൻ്റെ പില്ലറുകൾ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ആ ഫൗണ്ടേഷൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ ബേസ് ചെയ്താണ് ഇതിപ്പം 2 പില്ലറിലാണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പം ഇത് ഇത്രയും ഭാഗം സപ്പോർട്ടില്ലാതെ നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എടുക്കുന്നത് ഈ താഴെയുള്ള ഫൗണ്ടേഷനും ആ ബേസ് പ്ലേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന രീതിയുമാണ്. നമ്മൾ സാധാരണ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള മെത്തേഡാണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്തു, അതിൻ്റെ മേളിൽ ബേസ് പ്ലേറ്റ്, അതിൻ്റെ മേളിലേക്ക് ഐ സെക്ഷനോ അല്ലെങ്കിൽ അതുപോലത്തെ ഇരുമ്പിൻ്റെ പില്ലറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ചിനും ഉള്ളത്. അപ്പം ഈ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മേളിലേക്ക് ഈ പില്ലർ വരുന്നു. അതിനുശേഷം ഈ പില്ലറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പില്ലറുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിനകത്ത് റാഫ്റ്ററുകളുണ്ട്, പെർലിങ്ങുകളുണ്ട്. ആ റാഫ്റ്ററിലേക്കാണ് ഈ ടെൻസൈൽ ഫാബ്രിക് ടെൻഷൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ടെൻസൈൽ ഫാബ്രിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും 2 എലമെൻറ്റുകളുണ്ട്. അതിനകത്ത് സ്ട്രക്ചറൽ എലമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടിങ് എലമെൻറ്റും ഉണ്ട്. ഈ സ്ട്രക്ചറൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫൈബറോ പോളിസ്റ്ററോ അങ്ങനെയുള്ള മെറ്റീരിയലായിരിക്കും. ഇതിൻ്റെ സപ്പോർട്ടിങ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിലും താഴെയും കോട്ടിംഗ് ആയിട്ട് വരുന്ന അത് ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു 3 ടൈപ്പായിട്ടുള്ള ഈ ടെൻസൈൽ ഫാബ്രിക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് PVC കോട്ടഡ് പോളിസ്റ്ററാണ്, രണ്ടാമത്തത് PTFE കോട്ടഡ് ഗ്ലാസ് ക്ലോത്ത് ആണ്, മൂന്നാമത്തത് സിലിക്കോൺ കോട്ടഡ് ഗ്ലാസ് ക്ലോത്ത് ആണ്. അപ്പം ഇത് നമ്മൾ ഈ പോർച്ചിന് വേണ്ടിയൊക്കെ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് ഈ PVC കോട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കുകളായിരിക്കും. അപ്പം അതിനകത്ത് ഒരു സ്ട്രക്ചറൽ എലമെൻറ്റും ഉണ്ടാവും, അതിൻ്റെ മേളിലും താഴെയായിട്ട് ഈ PVCയുടെ കോട്ടിങ്ങും ഉണ്ടാവും. അത്തരത്തിലുള്ള ടെൻസൈൽ ഫാബ്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ സ്ട്രക്ചറൽ എലമെൻറ്റിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ എഡ്ജിൽ ടെൻഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇതിപ്പം ഒരുപക്ഷെ ഒരാൾക്ക് ഇതിന് മുകളിലൂടെ കയറി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ഈ ടെൻസൈൽ ഫാബ്രിക്കിനുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്ന ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ, സ്റ്റേഡിയങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മേലിലൂടെ ആൾക്കാർ കയറി നടന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അത്തരത്തിൽ ഇതിനൊരു സ്ട്രെങ്ത് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റിൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് എഡ്ജിൽ ഇപ്പം നമ്മൾ ടെൻഷൻ കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് നിർത്തിയേക്കുന്നുള്ളത് ഇതിൻ്റെ എഡ്ജുകളിലെല്ലാം. അപ്പം അത്തരത്തിൽ ചെയ്തിട്ട് ഇതിൻ്റെ റാഫ്റ്ററിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതൊരു നല്ല സ്ട്രെങ്തോടെ ഇത് നിൽക്കുന്നത്. ഇത്തരത്തിലാണ് ഈ ടെൻസൈൽ ഫാബ്രിക്കിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി വരുന്നത്. ഇനി നമുക്ക് ഈ ടെൻസൈൽ ഫാബ്രിക് കൊണ്ടുള്ള പോർച്ചിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കൂടുതൽ നാൾ നീണ്ടു നിൽക്കും, ഇതിൻ്റെ ലൈഫ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള എൻവയറമെൻറ്റൽ കണ്ടീഷൻ ആയാലും, ഇപ്പം ഭയങ്കര മഴയായാലും വെയിലായാലും, അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും കെമിക്കൽ അറ്റാക്കോ അല്ലെങ്കിൽ കൊറോഷനോ ഒക്കെ ഉണ്ടായാലും ഇതിൻ്റെ ഈ ടെൻസൈൽ ഫാബ്രിക് എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോർച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോർച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇത് ഈ കണ്ടിന്യൂസ് മഴയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇതിൽ പായൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ പായൽ പിടിച്ചു കഴിഞ്ഞാലും ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ നനഞ്ഞ തുണിയോ മറ്റോ എല്ലാം വെച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ഇത് പഴയ രീതിയിൽ തന്നെ എത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് പ്രീഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സൊക്കെ ചെയ്യുന്ന അതേ പ്രീഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ടെൻസൈൽ ഫാബ്രിക് കൊണ്ടുള്ള പോർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, നമ്മളിപ്പം കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ടെൻസൈൽ ഫാബ്രിക്കിൻ്റെ പോർച്ച്, അതിൻ്റെ ഫ്രെയിം ആദ്യം ഈ നമ്മുടെ ബേസ് പ്ലേറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷം ടെൻസൈൽ ഫാബ്രിക്കും ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഫാക്ടറിയിൽ നിർമ്മിച്ച് വരുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പത്തിൽ സൈറ്റിൽ നടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടെൻസൈൽ ഫാബ്രിക്കുകൾ ഇപ്പം 1-2 ഫാബ്രിക്കുകൾ കൂട്ടി ജോയിൻ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പോർച്ച് നിർമ്മിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫാബ്രിക്കുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഒരു വെൽഡിംഗ് മെത്തേഡിലാണ്. അതായത് അലുമിനിയം ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് ഈ ഫാബ്രിക്കുകളെ മെൽറ്റ് ചെയ്തിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അത്തരത്തിൽ വരുമ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയറും ഈ വെൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടെൻസൈൽ ഫാബ്രിക് കൊണ്ടുള്ള പോർച്ച് ലൈറ്റ് വെയിറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പോർച്ചിൻ്റെ ഷേപ്പും ഒരു എയറോഡൈനാമിക് ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് കാറ്റ് പിടിക്കാനും ഒക്കെയുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പോർച്ച് നമുക്ക് ഇവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സൺ റിഫ്ലക്റ്റിവിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ സൺ റിഫ്ലക്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൂര്യപ്രകാശം ഇതിനുള്ളിലേക്ക് വരാനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും വണ്ടി അധികം ചൂടാകാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ടും ഈ ഒരു ചൂട് അബ്സോർബ് ചെയ്യാനോ അല്ലെ സൂര്യപ്രകാശം അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സാഹചര്യവും ഈ ടെൻസൈൽ ഫാബ്രിക്കിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ കാണാനുള്ള ഭംഗിയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ വേറെ ഏത് പോർച്ച് നോക്കിയാലും അതിലുമൊക്കെ വളരെ ഭംഗിയാണ് ഈ ടെൻസൈൽ ഫാബ്രിക്കിൻ്റെ പോർച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഏറ്റവും കുറഞ്ഞ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട്, ഇപ്പം ഇതിനെ നമ്മൾ ഈ പോർച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 2 പില്ലറിലാണ് ഈ പോർച്ച് നിൽക്കുന്നത്. നമുക്ക് വേറെ ഇതിന് സപ്പോർട്ടിന് വേണ്ടി അഡീഷണൽ പില്ലേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റാനും ഇറക്കാനും ഒക്കെ ഒരുപോലെ എളുപ്പവും, അതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മറ്റൊരു പോർച്ചിനും തരാൻ കഴിയാത്തത്ര ഭംഗി ഈ ടെൻസൈൽ ഫാബ്രിക്കിൻ്റെ പോർച്ചിനുണ്ട്. നമ്മൾ ഈ ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചുള്ള പോർച്ചിൻ്റെ പല അഡ്വാൻറ്റേജസും ഇപ്പോൾ കണ്ടു. എന്നിരുന്നാൽ ഇതിന് ചില ചെറിയ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ച് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണല്ലോ. ഇതിപ്പോൾ ഈ 2 പില്ലറിൽ എൻ്റെ സ്ട്രക്ചർ നിൽക്കുന്ന രീതിയിലാണ് ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ചിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പോർച്ച് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ കാറ് നനയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോർച്ച് ഒരുപക്ഷെ നമ്മൾ ഒരു വാളിനോടോ അല്ലെങ്കിൽ ഒരു മതിലിനോടോ ഒക്കെ ചേർത്താണ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള പോർച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്ത് വണ്ടി നനയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ റാഫ്റ്ററിലേക്ക് ഈ ടെൻസൈൽ ഫാബ്രിക് ടെൻഷൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. അത്തരത്തിലാണ് ഇതിന് ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ഈ ടെൻഷൻ മൂലം ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന അത് ലൂസായി പോവുകയോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാം. അതിനെയും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കോസ്റ്റാണ്. ബാക്കിയുള്ള പോർച്ചുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടെൻസൈൽ ഫാബ്രിക് കൊണ്ടുള്ള പോർച്ചിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം അതാണ് ഈ ഒരു ടെൻസൈൽ ഫാബ്രിക് പോർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജും. ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 500 രൂപയോളമാണ് ഈ ടെൻസൈൽ ഫാബ്രിക് പോർച്ചിൻ്റെ കോസ്റ്റ് വരുന്നത്. അതായത് നമ്മളൊരു 2 കാറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർച്ച് നിർമ്മിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ മറ്റ് പോർച്ച് നിർമ്മാണ രീതികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ള പോർച്ചിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പോർച്ചിൻ്റെ നിർമ്മാണ രീതികളും അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കോസ്റ്റും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു പ്ലോട്ടിനോ അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുന്നതിനോട് ചേർന്ന് നമുക്ക് ഇത്തരത്തിൽ പോർച്ച് നിർമ്മിക്കുന്നതാണോ നല്ലതെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.